ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ടയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് വേണ്ടത്. 2 കപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 2.25 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. ഇനി ഇത് ചെറിയ ചൂടിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്ന് അതിനായിട്ടൊരു ചെറിയ പീസ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ ഇത്രയും ചെറുതായിട്ട് ഉരുളകളാക്കി എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ലോണം പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ വെച്ചാൽ മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡായി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് സോഫ്റ്റായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴക്കട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള അമ്മിണി കുഴക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.